ഹലോ ഗായ്സ്, ഇതാണ് എൻ്റെ ഫസ്റ്റത്തെ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും എല്ലാം ചെയ്തേക്കുക. അപ്പം എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഇത് ഫ്രീ ഫയർ ആണ്. നമ്മുടെ ഇവിടെ ഓഫ് സ്റ്റാർ ഉണ്ണി, ഞാൻ എല്ലാവരുമുണ്ട്. CJ ജാക്ക്, ഡാർക്ക് എക്സോ. അപ്പോൾ എന്താ, ഞാനും ഇവരെല്ലാവരും കൂടി ചേർത്ത് കളിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കളിച്ച് ഞങ്ങൾ പവർ ആക്കി. ബുയ്യൊക്കെ അടി ശരിക്കും ഹീറോയ്ക്കൊക്കെ അടുപ്പിച്ച് തരണം. അത് 5-6 ദിവസമായിട്ട് നല്ല പനിയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, ഇപ്പം നമ്മൾ ഇങ്ങനെ അതിൻ്റെ പൊക്കോണ്ടൊക്കെ ഇരിക്കുകയാണ്. ഞാനാണെങ്കിൽ ഈ ബാഡ്ജില്ലേ, ഈ ബാഡ്ജ് അതെടുത്തപ്പം നമുക്ക് ഇവോ MB40 കിട്ടി. പിന്നെ മറ്റേതില്ലേ G80 ലെവൽ 6 അതൊക്കെ കിട്ടിയായിരുന്നു. അത് വെച്ചിട്ടാണ് ഇപ്പോൾ കളിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നത്. നല്ലപോലെ തന്നെ കളിക്കണം. എനിക്ക് കുറേ സ്ട്രഗിളൊക്കെ ചെയ്യണം. അപ്പോൾ നമ്മളെന്തായാലും ഇങ്ങനെ ഓടിച്ചാടി ഇന്ന് ഒരു എനിമിനെ അടിക്കാൻ നിൽക്കി. പക്ഷെ ഞെക്കി പിടിച്ചിട്ട് എന്തുവാടാ നടക്കുന്നതെന്നൊക്കെ ഇതിപ്പോൾ ആരാ പടക്കം പൊട്ടിച്ചപ്പോൾ ഇവിടെ ഉണ്ടായേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ പോലും കാണാതെ ബുയ്യ അടിക്കുന്നത്. എന്താന്ന് പോലും എനിക്ക് മനസ്സിലായിട്ടില്ല. നമുക്ക് എന്തായാലും കിടിലം പോലെ തന്നെ എടുക്കാം. അങ്ങനെ നമ്മൾ ഇവിടെ ആണെങ്കിൽ ഡാർക്ക് എക്സോ ഇട്ട ഡുവോയി മോട്ടി ഓഫ് സ്റ്റാറിന് കയറി. മറ്റേ നറൂട്ടോടെ ഇല്ലേ, അതൊക്കെ ഇവിടെ ഇട്ട് നടന്നു. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങളും കണ്ടോ. ഞാൻ നോക്കായെന്നും വെച്ച് ആരും തന്നെ പേടിക്കണ്ട, ഞാൻ നൂബൊന്നും അല്ലേ ഗൈസ്. നിങ്ങൾ ഇനിയുള്ള അങ്ങോട്ടൊക്കെ പോയി നോക്കിക്കോ, പവറാക്കിയിരിക്കും ഞാൻ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കായിരുന്നു, ഈ മാച്ചിലായിരുന്നു ഒരു ഹാക്കറൊക്കെ വന്നത്. അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നല്ലപോലെ ഹാക്കറാണ് അടിക്കുന്നത്. ഞങ്ങളായിപ്പോൾ നിങ്ങൾ തന്നെ നോക്കണം. ഞങ്ങളായിപ്പോൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവുകയാണ്. ഇറങ്ങിയേ, ഞാനെന്തായാലും ഇവിടുന്ന് സ്കോപ്പ് ചെയ്ത് അടിക്കുന്നതാണ്. പക്ഷേ ഞങ്ങളെ 3 പേരെ ഒറ്റ സെക്കൻഡിൽ തന്നെയാണ് നോക്കാക്കിയത്. CJ ഡാർക്കനാണെങ്കിൽ എങ്ങനെ അടി കിട്ടിയെന്നൊന്നും അറിയാൻ മേല. ഓഫ് സ്റ്റാറിനെയൊക്കെ കയറി വരുമ്പോൾ അവന്മാരൊക്കെ പെട്ടെന്ന് അടിക്കുന്നു. അതൊക്കെ എന്തോന്ന് പോലും അറിയാൻ മേല. ഇവനാണ് ഹാക്കർ. ലക്ഷണമൊന്നും ഇല്ലെങ്കിലും ഭയങ്കര ഹാക്ക് ഉപയോഗിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പിന്നെ മില്ലി വെച്ചുള്ള കളിയായിരുന്നു. ഞങ്ങൾക്ക് ഇതൊന്നും തന്നെ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള അടിയൊക്കെ തന്നെയാണ്. ബാക്കി നിങ്ങൾ തന്നെ കണ്ടോ അവൻ്റെ ലീലാവിലാസങ്ങൾ.
ഓക്കെ ഗൈസ്, ഇവിടെ നിങ്ങൾ ഞാൻ ചാവുന്നവരെ കണ്ടിട്ടുണ്ടാവും. ഇവനാണെങ്കിൽ ഇവനിങ്ങനെ അടിച്ചിട്ടിട്ട് അവിടെ അവനെ അടിക്കുന്നത് മനസ്സിലാക്കി ഗ്ലൂ ഇട്ടേ നോക്കണേ. ഹാക്കർ പറന്ന് വന്നടിക്കുന്നു ബ്രോ. അവൻ്റെ ഉള്ളിൽ കയറിയൊക്കെ വന്നടിക്കുന്നു. ഞാനപ്പോൾ അവന് ഒരു റിപ്പോർട്ടും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അവനെ ബാൻ ആക്കുമായിരിക്കും. ഓക്കെ, ഞാനെന്തായാലും എനിക്ക് പനി കാര്യങ്ങളൊക്കെ തന്നെ ആയതുകൊണ്ട് ഇതിനകത്ത് ഞാൻ കുറച്ചാണ് എൻ്റെ വോയിസും കാര്യങ്ങളൊക്കെ തന്നെ എടുക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് മാക്സിമം ആക്കുക. എൻ്റെ പനിയും കാര്യങ്ങളൊക്കെ ഒന്ന് മാറുമ്പോൾ നമ്മൾ പവറാക്കും. ഓക്കെ, എന്താ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ കണ്ടോ, പവറാക്കാം. വോയിസ് റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞില്ലേ, നിങ്ങൾ തന്നെ കണ്ടോ. ഓക്കെ ഗൈസ്, അപ്പം ഇവിടെ കില്ലൊക്കെ എടുത്തിട്ട് സെറ്റ് ചെയ്ത് നിന്ന് ഈ കളി എന്തായാലും നമുക്ക് പിടിക്കാടാൻ വച്ചു. ഞാൻ നിൽക്കുമ്പോൾ ഇവിടേക്ക് വന്നപ്പോൾ ഒരു ഗ്രനേഡ്. അപ്പം തന്നെ ഞാൻ ക്യാരക്ടർ സ്കില്ല് എന്തോന്ന് എനിക്കറിയാൻ ക്യാരക്ടർ സ്കില്ലില്ലേ എന്തോന്നൊക്കെ എനിക്കറിയാം, പക്ഷേ എനിക്കത് കറക്റ്റായിട്ട് കിട്ടിയില്ല. ഞാൻ വിചാരിച്ച എൻ്റെ കയ്യിരിക്കുന്ന ഒറിയോനാണെന്ന്. എന്നിട്ടാണ് ഞാൻ ക്യാരക്ടർ സ്കില്ല് യൂസ് ചെയ്തത്. പിന്നെ എന്തായാലും മണ്ടയിലോട്ടൊരു ഗ്രനേഡ് എടുത്ത് എറിയാൻ നോക്കി, പക്ഷെ അതെൻ്റെ എണ്ണാക്കിലോട്ട് തന്നെ വീണ്. അവൻ്റെ ലൂട്ടിൽ നിന്ന് ഒരു AW കിട്ടി. ആ സെക്കൻഡിൽ തന്നെ എന്തുവാ എനിക്ക് അടിയൊക്കെ വന്ന്. അവിടെ ഒരു ഗ്രനേഡ് അവൻ്റെ ലൂട്ട് പോയി നിന്ന് കിട്ടി. ഞാൻ എടുത്തിട്ട് പിന്നെ ബാക്ക് സൈഡിൽ ഞാൻ നോക്കിയപ്പോൾ ബാക്ക് സൈഡിൽ നിന്നൊക്കെ വരുന്നറാ. അപ്പോൾ കൺഫേംഡ് ഹാക്കറാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പിന്നെ നമ്മുടെ എന്തുവാ ഡാർക്ക് എക്സോ അവൻ തന്നെയാണ് ഇതടിച്ചത്. പിന്നെ ഞാൻ റോബ്ലോക്സും കൂടി കളിക്കുന്നുണ്ട്. റോബ്ലോക്സിൻ്റെ വീഡിയോ വേണമെങ്കിൽ നിങ്ങളൊന്ന് താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, എന്നിട്ട് നമ്മൾ പവർ എക്സ് സെറ്റാക്കാം നമുക്ക്. ഓക്കെ, ഇവിടം വരെ കണ്ടവരാണെങ്കിൽ വീഡിയോയുടെ #101 എന്നാണ്. വീഡിയോയുടെ #101 101 ആണ് വീഡിയോയുടെ #. എല്ലാവരും ഒന്ന് അടിച്ച് പൊട്ടിക്കുക #. ഇപ്പോൾ നമ്മൾ ഡാർക്ക് എക്സോ റെഡി കൊടുക്കാതെ നിന്ന് എന്താടാ ഡാർക്ക് എക്സോ എന്ന് ചോദിച്ചപ്പം ഒന്നുമില്ലടാ കുറച്ച് നേരം കഴിയട്ടെ, ഇപ്പോൾ എന്തോ ഒരു കാര്യം എടുക്കാനുണ്ടെന്ന് പറഞ്ഞ്. ഇപ്പോൾ ഓക്കെ വെയിറ്റ് അവർക്ക് നിന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് ശരിയാരൊക്കെ. അപ്പോഴാണെങ്കിൽ എന്തോ എൻ്റെ ഫോണിൽ ലോ ബാറ്ററി എന്നൊക്കെ പറഞ്ഞൊരു മെസ്സേജൊക്കെ വന്ന് 3%. ഒന്നും കുഴപ്പമില്ല ഗൈസ്. പിന്നെ ഞാൻ എന്തോ നിങ്ങൾക്ക് കാണാം, കുറച്ച് നേരം കഴിയുമ്പോൾ കാണാം, ഞാൻ പവർ ബാങ്ക് കുത്തിയിട്ടിട്ട് കളിച്ചു. പിന്നെ ഞങ്ങളെന്തോ
സ്വാഭാവികമായിട്ട് ഇങ്ങനെ കളിച്ച് വന്നപ്പോൾ എൻ്റെ ഫോണൊന്ന് ഫ്ലിപ്പായി ബാക്ക് പോയി. ഈ ഫ്ലിപ്പായിട്ടാണ് കുറച്ച് നേരം നിങ്ങളെ കാണിക്കേണ്ടി വന്നു. സോറി, അല്ലെങ്കിൽ ക്ഷമിക്കുക, ഫ്ലിപ്പായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പം നമ്മളെന്താ ഫ്ലിപ്പായി നിങ്ങളെ കാണിക്കുന്നതിൽ എനിക്ക് വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ നേരെ ആയിക്കോളും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ഇങ്ങനെ വന്ന്. ഫോണിൽ സ്റ്റോറേജ് ഇല്ലായിരുന്നു കേട്ടോ. അപ്പം എന്താ എനിക്കൊന്ന് ഇറങ്ങിയിട്ട് കയറി വന്ന് എന്തോ ഫ്ലിപ്പായിരുന്നു കേട്ടോ. സ്റ്റോറേജ് ഇല്ലായിരുന്നു, അങ്ങനെയായിരുന്നു എനിക്ക് കാണിക്കേണ്ടി വന്നു. സ്റ്റോറേജ് തീരെ ഇല്ലായിരുന്നു. ഓക്കെ, അപ്പോൾ ഓഫ്റ്റാറിന് പറഞ്ഞ് എൻ്റെ പണ്ടത്തെ അക്കൗണ്ട് നിനക്ക് ഞാൻ കാണിച്ചു തരാം എൻ്റെ പണ്ടത്തെ അക്കൗണ്ട് നീ കാണുന്നു. അങ്ങനെ വലിയ കാര്യത്തിൽ എന്തുവാ അവൻ്റെ അക്കൗണ്ട് പറഞ്ഞാൽ അവൻ്റെ വലിയ അക്കൗണ്ടാണ്, പ്രോ അക്കൗണ്ടായിരുന്നു. അത് ബാൻ കിട്ടി എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്ക് വെച്ച് ചെക്കൻ ബാൻ കിട്ടിയ അക്കൗണ്ടിൽ കയറിയൊക്കെ വരുന്നുണ്ട് എന്ന് പറയും. കയറിയൊക്കെ വരുന്നു എന്ന് പറഞ്ഞ് അതൊക്കെ ഞാൻ ചോദിച്ചു. ഞങ്ങൾ അത് തൂക്കിയാണ് പിന്നെ തൂക്കി നീച്ചു പറഞ്ഞത് ഞങ്ങൾക്ക് മനസ്സിലായി. പിന്നെ ഞങ്ങളെന്തോ ആ ID ടൈപ്പ് ചെയ്ത് കൊടുത്ത്. അപ്പോഴാണ് നമ്മുടെ ഡോക്ടർ 333യുടെ പവറായിട്ടാണ് ഡോക്ടർ 333 ഞാൻ കണ്ടായിരുന്നു. അപ്പം ഡോക്ടർ 333 ഞാൻ ഫ്രണ്ട് ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഈ ഒരു യൂട്യൂബറാണെന്ന് നിങ്ങൾക്കറിയാതിരിക്കാം, ചിലവർക്ക് അറിയത്തില്ലായിരിക്കാം. അത് എൻ്റെ വിഷയമല്ല. ഓക്കെ, സോ ഒന്നും കൂടി അടിച്ച് എല്ലാം സെറ്റ് ചെയ്ത് ID ഒക്കെ നോക്കിയപ്പം എൻ്റെ ഫ്രണ്ട് RIP നറൂട്ടോ കിട്ടില്ലാണ്. ഇവൻ്റെ അക്കൗണ്ട് ഇവൻ ഓൾഡ് അക്കൗണ്ടാണ് കേട്ടോ, നല്ല ഓൾഡാണ്. ഇവൻ ഇടയ്ക്ക് വെച്ച് കളി നിർത്തിയായിരുന്നു. അതാണ് ഇങ്ങനെയൊക്കെ. പിന്നെ അവൻ ഇറങ്ങിപ്പോയി. പിന്നെ ഞാൻ ഇൻവൈറ്റ് തൂക്കി എന്ന് പറഞ്ഞിട്ട് നിർത്താനും കാര്യങ്ങളുമുള്ള എല്ലാം പറഞ്ഞ്. അപ്പോൾ ഞങ്ങൾ നിർത്തി. എടാ അപ്പം വീണ്ടും ഇറങ്ങിപ്പോകുന്നു, എനിക്കൊരു കാര്യമുണ്ട്, എന്നെ ഒരാൾ ഇൻവൈറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അവനങ്ങ് പോയി. എനിക്ക് ഒരാൾ ഇൻവൈറ്റ് ഇടുന്നു, ഞാൻ പോകട്ടെ എന്നാണ് ചോദിക്കുന്നത്. പോയില്ല, പോകട്ടെ എന്ന് അവൻ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു പോടാ, ഞങ്ങൾ പിന്നെ വരാമെന്ന്. അപ്പോൾ പിന്നെ വീണ്ടും ഗ്രൂപ്പിലോട്ട് ഇൻവൈറ്റ് ഇട്ടു. എന്നാൽ എന്തിനാ പോവല്ലേ ചോദിച്ചു. അപ്പം ഒന്നുമില്ലടാ, വെറുതെ കൈതട്ടി ഇൻവൈറ്റ് വന്നതാണ്, സോറി, അവൻ്റെ കൂടെ വിളിക്കാം, ഇൻവൈറ്റ് ഇടട്ടെ, ഇന്ന് ഞാൻ ഇൻവൈറ്റ് ഇടാൻ കയറി പറഞ്ഞതെന്നൊക്കെ പറയുന്നത്. എന്നിട്ട് ഇവൻ വീണ്ടും റിക്വസ്റ്റ് ഇടുന്നു. എടാ നിനക്ക് എന്താടാ എന്ന് ഞാൻ ചോദിച്ചു. അതൊന്നും പറഞ്ഞില്ല. എടാ മാറി റിക്വസ്റ്റ് വന്നുകൊണ്ടിരിക്കുന്നതെന്ന്. എന്നിട്ട് ഞാനിവിടെ ഇവൻ്റെ ഇതൊക്കെ നോക്കി. നമ്മുടെ ഈ ഡയമണ്ടൊന്നും ഇല്ല. എന്നിട്ട് അവനെ ഞാൻ ഒരു വട്ടം അറിയാതെ അങ്ങ് ഇട്ടങ്ങ് പോയി. അവനാണ് ഈ ബിസി എന്നാണ് ഒരു മെസ്സേജ് കണ്ട്. ഇപ്പോൾ ഡാർക്ക് എക്സോ ഞാനും നോക്കിയിട്ട് വരാം, എന്തൊക്കെയോ പറ്റി ചിക്കനെന്ന് എനിക്കറിയാൻ മേലെ. റിക്വസ്റ്റ് ഇടുകയാണെങ്കിൽ ഞാൻ പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ റിക്വസ്റ്റ് ഇട്ട് പോയി നോക്കിയിട്ട് വന്ന് ഇങ്ങോട്ട് വരുന്നില്ല ഒന്നും. അപ്പോൾ വേറൊരു വേടാ സാറ്റ് ചെയ്യണ്ട, ഞാൻ പോവാണ്, എന്താ അവൻ്റെ കൂടെ കളിക്കാം. ശരി എന്നാൽ വേടാ ഫിഗയെന്ന് പറഞ്ഞാൽ ഞാൻ പോയി നമ്മുടെ കിച്ചു MVP, അതായത് എനിക്ക് ഓഫ് ടർമിനെ കിട്ടുന്നത് കണ്ണാപ്പി എന്ന് പറഞ്ഞൊരാളുടെ കൂടെയാണ്. കണ്ണാപ്പി ആയിരുന്നു എനിക്ക് ഈ ഓഫ് ടർമിനെ പരിചയപ്പെടുത്തി തന്നത്. പിന്നെയാണ് ഓഫ് ടർമിനെ കിച്ചു MVP-നെ പരിചയപ്പെടുത്തി തന്നത്. അങ്ങനെയാണ് ഞങ്ങൾ ഫ്രണ്ട്സ് ആയത്. ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കോളൊക്കെ വരുന്നുണ്ട്. അത് ഏതോ ഒരു അൺനോൺ നമ്പർ ആയിരുന്നു കേട്ടോ. എനിക്ക് വീഡിയോ കട്ട് ചെയ്യാൻ പറ്റിയില്ല, എന്താണെന്ന് എനിക്കറിയാൻ മേല. അതൊരു അൺനോൺ നമ്പർ ആയിരുന്നു കോള് വരുന്നത്. ഞാൻ വിചാരിച്ചു വല്ല സ്കാമോ അല്ലോ മറ്റേതൊക്കെ ആയിരിക്കും വരും. ഞാൻ എടുത്തില്ല, അങ്ങനെ എടുക്കാതെയാണ് ഞാൻ ഇരിക്കുന്നത്. ഇനി കുറച്ച് നേരം ഇങ്ങനെ നിന്ന് പോവും. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടോ, കോൾ വരും, അത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. അത് ഏതോ ഒരു അൺനോൺ നമ്പറാണ്, വിളിക്കേണ്ട. ചിലപ്പോൾ തട്ടിപ്പായിരിക്കും, നിങ്ങളാരും അത് എടുക്കരുത്.
എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം ബാക്കിയുള്ളത് മൊത്തം നിങ്ങൾ തന്നെ കണ്ടോ. ഓക്കെ ഗൈസ്, ഇടയ്ക്ക് വെച്ച് ഫ്ലിപ്പ് ആവുന്നുണ്ട് ഇത്, അതുകൊണ്ട് ക്ഷമിക്കുക. പിന്നെ മാച്ചിന് മുമ്പ് റെഡി ആവും കേട്ടോ. അപ്പം മാച്ചിന് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വലിയ കാര്യത്തിൽ ഹാക്കർ വരാതിരുന്ന നല്ലത് കാര്യം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇതാക്കാം. നിങ്ങൾ എൻ്റെ മാസ് നരക കളികൾ നിങ്ങൾ കണ്ടു. ഓക്കെ ഗൈസ്, അപ്പോൾ എന്നാൽ ഇവിടെ കുറച്ച് ദൂരം കൂടി കഴിയുമ്പോൾ എൻ്റെ മാസ് നിങ്ങളുണ്ട്, അത് നിങ്ങൾ കണ്ടേ പറ്റത്തുള്ളൂ ഗൈസ്. ഞാൻ എല്ലാ എനിമിനെ എന്നോട് വെടി വെച്ചിടുന്നു, വെടി വെച്ചിടും ഞാൻ. അത് നിങ്ങൾ കണ്ടോ കേട്ടോ. ഏകദേശം ഒരു മിനിറ്റൊക്കെ എടുക്കും. ഇപ്പം നിങ്ങളൊക്കെ കണ്ടോളി. എന്താ ഇവിടെ നിൽപ്പുണ്ട് സൈഡിലല്ല കേട്ടോ, അത് നിങ്ങളുടെ കൂടെ തന്നെ ഞാൻ നിൽപ്പുണ്ട്. അപ്പോൾ എൻ്റെ UID ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോ തരുന്നതായിരിക്കും. എനിക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എൻ്റെ UIDയിലോട്ട് കയറി ഇൻവൈറ്റ് ഇടാം. ശനിയും ഞായറും മാത്രമാണ് ഞാൻ ഓൺലൈനിൽ കയറുന്നത്, ഫോണിൽ കളിക്കുന്നതൊക്കെ, ഗെയിമൊക്കെ കളിക്കുന്നത്. നിങ്ങൾ മാക്സിമം ശനിയും ഞായറും എൻ്റെ അടുത്ത് മെസ്സേജ് ഇടാൻ നോക്കുക. ഇൻവൈറ്റ് ഇടാൻ നോക്കുക. പവറാക്കാം, നമുക്ക് സെറ്റാകാം. ഓക്കെ, അപ്പോൾ നിങ്ങളെൻ്റെ മാസം ഉണ്ടോ. നിങ്ങളുടെ ഇതാണ്. അപ്പം ഞാൻ ഒന്നും കൂടി പോവുകയാണ്. നിങ്ങൾ തന്നെ കണ്ടോ മാസൊക്കെ, നിങ്ങൾ കണ്ടോളൂ. ബൈ.
ഓക്കെ ഗായ്സ്, അങ്ങനെ നമ്മൾ ഈ കളി ബുയി അടിച്ച് നമ്മൾ ആ കളി അങ്ങ് ജയിച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും അതിവിദഗ്ധമായി ഹീറോയിക് അടിച്ചിട്ടുണ്ട്. എനിക്കിപ്പോൾ സന്തോഷമായി നല്ല രീതിക്ക് തന്നെ. ഞാൻ തന്നെ MVP എല്ലാം തന്നെ ആയി, പവറാക്കി, സെറ്റാണ്. അപ്പം നമ്മൾ ബാക്കിയുള്ളത് നിങ്ങൾ തന്നെ കണ്ടോ കേട്ടല്ലോ. ബാക്കിയുള്ളത് നിങ്ങൾ കണ്ടോ. ഓക്കെ ഗൈസ്, അങ്ങനെ പവറാക്കി മാസൊക്കെ ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഇപ്പം സ്റ്റാറുണ്ടെ പട്ടി ഷോ കാണിച്ച് ചത്തു. ഏറ്റവും കൂടുതൽ പട്ടി ഷോ കാണിച്ചതാണ്, ചത്തുപോയി. പിന്നെന്ന് പറയുന്ന ഒന്നും തന്നെ ഇല്ല. നിങ്ങൾ കണ്ടോ. ബൈ.
ഓക്കെ ഗൈസ്, ഇപ്പം തന്നെ നമുക്ക് എന്തായാലും ആ അൺനോൺ നമ്പറിൽ കുറേ വട്ടം കോൾ തന്നെ വന്നിട്ടുണ്ട്. നിങ്ങൾ ക്ഷമിക്കുക എന്നോട്, അൺനോൺ നമ്പറിൽ നിന്ന് കോൾ വരുന്നതിന്. സത്യത്തിൽ ആരാന്ന് പോലും എനിക്കറിയാൻ മേല. ഏതോ ഒരു അൺനോൺ നമ്പറാണ്, അത്രയൊക്കെ എനിക്കറിയാവൂ. സ്കാം വല്ലതും ആയിരിക്കും എന്ന് പേടിച്ചിട്ടാണ് ഞാൻ കോൾ എടുക്കാത്തത്. ഈ നമ്പർ നിങ്ങളാരും കോൾ ചെയ്ത് വിളിച്ചൊന്നും നോക്കരുത്. സ്കാമിങ് ആണ്, പക്ക സ്കാമിങ് ആണ്. ഒന്നും രക്ഷപ്പെടരുത്. RBIയുടെ ഇൻസ്ട്രക്ഷൻസ് ആണ്. അങ്ങനെ കോളൊക്കെ വരും, നമ്മൾ അതിന് എടുക്കരുത്. അറിയാത്തവരാണെങ്കിൽ നമ്മൾ എടുക്കരുത്. ഞാൻ അൺനോൺ നമ്പറിൽ നിന്ന് വരുന്ന ഒരു കോളും ഞാൻ എടുക്കാറില്ല. ഇന്ന് നിങ്ങൾ കുറച്ചു നേരം പാട്ട് കേട്ട് ചിരിച്ചിരി. ഓക്കെ ഗൈസ്, കുറച്ച് നേരം കഴിയുമ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യും. കാരണം ഇത്രയൊക്കെ കിട്ടുകയുള്ളൂ. ഇതിൽ എൻഡിങ് ഒന്നും തന്നെ കാണിക്കത്തില്ല. നിങ്ങളെ എല്ലാം ചെയ്തോ. ഞാൻ ലോബിയിലൊന്നും പോകാത്ത കളി വെച്ച് തന്നെയുള്ള എൻഡിങ് തന്നെയാണ്. അപ്പം എൻഡിങ്ങുകൾ അതിവിദഗ്ധമായി കണ്ടോളൂ. എൻഡിങ്ങിൻ്റെ സമയത്ത് ഞാൻ വരാം.
ഗൈസ്, നമുക്കപ്പോൾ ഇങ്ങനെ ഹീറോയ്ക്ക് വണ്ണും കാര്യങ്ങളൊക്കെ തന്നെയാണ്. കൂടുതലും പവറാക്കണം. എത്രത്തോളം മാക്സിമം എനിക്ക് പവറാക്കി കിട്ടുമോ അറിഞ്ഞൂടാ. നിങ്ങളാണ് ലൈക്ക് ചെയ്യേണ്ടത്, നിങ്ങളാണ് ഷെയർ ചെയ്യേണ്ടത്, പിന്നെ നിങ്ങൾ തന്നെയാണ് സബ്സ്ക്രൈബും ചെയ്യേണ്ടത്. അല്ല പിന്നെ ഒരു കാര്യമില്ലാതെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ ഒരു കാര്യം, ഈ വീഡിയോയുടെ ഹാഷ്ടാഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ #0101 ആണ്. അല്ല സോറി, 0101 അല്ല, 101 ആണ്. #101. നല്ല മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നമുക്ക് പവറാക്കാൻ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇവിടം വരെ എത്തിയിരിക്കുന്നത്. എത്രത്തോളം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് പവറാക്കാം. ഇനി ഓരോരോ എൻ്റെ ചൂടുകളും നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. നിങ്ങൾ മാത്രമാണ് എൻ്റെ ഇതായിട്ട് നിൽക്കുന്നത്, നിങ്ങൾക്ക് താങ്ങും തണലും ഒക്കെ ആയിട്ട് നിൽക്കുന്നത്. നിങ്ങൾ മാക്സിമം സബ്സ്ക്രൈബ്, ലൈക്ക് എല്ലാം അമർത്തുക. ഇല്ലെങ്കിൽ ഞാൻ കാണാതെ പോകും. ഓക്കെ, നിങ്ങൾ ലൈക്ക് ഷെയറും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു മോട്ടിവേഷനാണ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാൻ. എല്ലാവരും വൈകാതെ തന്നെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം ചെയ്തോണം. നമുക്ക് ഗെയിമിലോട്ടേക്ക് കിടക്കാം. ഓക്കെ, സോ ഞാൻ ഇവിടെ ഒരുത്തന്നെ അടിച്ച് നോക്കിയിട്ട് പിന്നെന്തായാലും അവൻ വന്ന് പൊക്കി. എടാ ടീമേറ്റേ വാടാന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ കിച്ചു എം എടുത്ത് പറയുന്നത്, ഓടി വാടാ എന്നെ റിവ്യാക്കടാ, അവനെ കൊന്നിട്ടുണ്ട്. കണ്ണുപൊട്ടനായതുകൊണ്ട് കിച്ചുവിനെ കണ്ടില്ല. എടാ കിച്ചുവിനെ പൊക്കുന്നു ഞാൻ കിടന്ന് പറഞ്ഞു. കിച്ചു ആണെങ്കിൽ നീ സോണിലായി, സോറി എനിക്കിനി പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പോയി. അവനെ പറഞ്ഞിട്ട് കാര്യമില്ല, അവനെ ഒച്ചപ്പിടില്ല. അതായത് ഇവിടെ കിച്ചു ആണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇവിടെ നിർത്തി.